എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സാർ. ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെപ്പറ്റി വാരികയിൽ എഴുതൂ. കാരണം ജീവിതം, ആദ്യ വിവാഹം, ഇപ്പോൾ ഉള്ള വിവാഹം, ഇതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അകത്തേക്ക് ഈ PR ടീം ഫോക്കസ് ചെയ്തു എന്ന് തോന്നിയോ? ഉറപ്പായിട്ടും. ഞാനോ? അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ, നല്ല രീതിയിൽ സംസാരിക്കാൻ പറഞ്ഞാൽ അറിയുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. വളരെ കുറവാണെന്നല്ലേ, അങ്ങനെ ഇല്ലാന്ന് തന്നെ പറയാം. അപ്പൊ തന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ? നമ്മള് ജിൻഡോയാണെങ്കിൽ അതിനെ തമാശയായിട്ട് എടുക്കും. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ജാസ്മിൻ ആണെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ അവൾക്ക് ജയിക്കാനായിട്ടൊക്കെ സംസാരിക്കും. അത് മനോഹരമാക്കാന്ന് വിചാരിച്ച ടാസ്ക് അറിഞ്ഞ് അത് ചെയ്യുന്ന ആൾക്കാർ ചുരുക്കമായിരുന്നു. അവള് കോമ്പറ്റീഷൻ തുടങ്ങി കഴിഞ്ഞു. നമുക്ക് തന്ന ഡ്യൂട്ടീസ്, അതിലും ഇപ്പൊ നിൽക്കുന്ന പല ആൾക്കാരും ഇതൊന്നും ചെയ്യാണ്ട് വെറുതെ അവിടെ ഒരു സൈഡിൽ ഇരുന്ന്, ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ജിൻഡോ ചേട്ടൻ മാത്രമല്ല, ജിൻഡോ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന ഒരാള്. ഞാൻ ട്രൈ ചെയ്തിടാ, എന്റെ ട്രൈ കണ്ട അവള് വീണു. ഇത്രയും ഭംഗിയായി ചെയ്ത എല്ലാ ആൾക്കാരും ഇപ്പൊ പുറത്താണ്. ഗബ്രിക്ക് ഞാൻ പറയാം, പുറത്ത് അവന് കുറെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക്, കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു. ആള് സ്മാർട്ടാ, പക്ഷെ ഒരേ ഒരു വീക്ക്നെസ്, അവന്റെ ഭാഷയെ പറഞ്ഞ ഒരു ത്രില്ല് എന്ന് വെച്ചാൽ ഒരുമാതിരി കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരെ കണ്ട കേറി അങ്ങ് പ്രേമിക്കും. പ്രേമിക്കുന്നത് പോലെ തന്നെ തഴയാനും എടുക്കനാ. പക്ഷെ അതുകൊണ്ടല്ലേ ഗബ്രി അങ്ങനെ പോയത്? അല്ല, ഒരു ഡിസിപ്ലിൻ ഉള്ളത് നല്ലതാ. എനിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു തെറ്റ് ചെയ്യാണ്, എന്തോ ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ മാത്രം എങ്ങനെയാണ് തെറ്റുകാരനാവുന്നത്? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പൊ ഗബ്രി പുറത്തായ പക്ഷെ ജാസ്മിൻ അവിടെ? എനിക്ക് അതാ ഞാനും ചോദിക്കുന്നത്, എന്തുകൊണ്ട്? ഇതുവരെ ചെയ്ത ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ ചെയ്തത് എനിക്ക് അങ്ങ് സുഖിച്ചു. 90% ആൾക്കാരും ജെനുവിൻ അല്ല, അഭിനയിച്ച് നിൽക്കുകയാണ്. എന്റെ മനസ്സിൽ ഇപ്പൊ സംഗീതം ഇല്ല, ഉള്ളത് സന്താപമാ. ഞാൻ എന്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്സര അങ്ങനെ കാണിച്ചില്ലെങ്കിൽ അപ്സര കള്ളത്തരം കാണിക്കുന്നത്. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലടേ. ഞാനിപ്പോ എന്റെ വീട്ടിൽ ചിലപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് കുളിച്ചിട്ട് നമ്മൾ ഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലല്ലോ ഇറങ്ങുന്നത്. അതിപ്പോ എനിക്ക് പോയി ബിഗ് ബോസിൽ കാണിക്കാൻ പറ്റില്ല. നമ്മുടെ കപ്പ് ജാസ്മിന് അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് എന്ന് ഉറപ്പിച്ചതുപോലെ ഒരു ആണ്. വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുകയും ഞാനാ, താനല്ല. നിങ്ങൾ ഒന്നാം പാപ്പാനായിരുന്നതേ ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ്. ഈ പണിയിൽ ഒന്നും രണ്ടുമില്ല. ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്വമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാൽ മതി. എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ഈ ജന്മത്ത് പറ്റില്ല മോനെ. വല്യരാമന്മാര് എപ്പോഴും. എനിക്ക് അവൾക്ക് അസൂയ കൊണ്ടാണ് അവളത് പറയുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ള, ഞാൻ പറഞ്ഞു പോകുന്ന ഒരാളാ. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ജിൻഡോ ചേട്ടൻ പറയുന്നത് തമാശയാണെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തമാശയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. തവണ അഖിൽമാരാന് തൂക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര വൈറലൊക്കെ ആയതാണ്. അതും ഇപ്പൊ ഈ ജിൻഡോ പറയുന്നതൊക്കെ തമ്മിലൊരു സിമിലാരിറ്റി. തെറ്റുപറ്റിപ്പോയി, മാപ്പാക്കണം. വേണ്ട, എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ഇറങ്ങട്ടെ.